കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന 3 പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളാണുള്ളത്. 1 SFI, 2 KSU, 3 ABVP എന്നീ സംഘടനകളാണ് ഉള്ളത്. എന്നാൽ ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരവും SFI തന്നെയാണ്. കാരണം ഇത്രയും മോശമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും ലോകത്ത് തന്നെ ഉണ്ടാകുകയില്ല. അതിനു കാരണം അതിലെ കുറേ കോമാളി വിദ്യാർത്ഥികളാണ്. ഇവരെ നയിക്കുന്നത് ആർഷോയെ പോലുള്ള ക്രിമിനൽസും കോമാളികളുമാണ്. നിഖിൽ തോമസ് എന്ന SFIക്കാരൻ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നേടി വന്നപ്പോൾ അതിനെ ന്യായീകരിച്ചതും ഈ ആർഷോ തന്നെയാണ്. ത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം ചാൻസലർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ പൊതുസമൂഹം ഒന്നടങ്കം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട്. ഈ 2 സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലിസ്റ്റ് അത് ഏത് കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് വിദ്യാർത്ഥി സംഘടനയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം. കാരണം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ സംഘടന ഒന്നും തന്നെ ചെയ്തു കാണുന്നില്ല. കാരണം പണ്ട് കാലത്ത് KSRTC ബസ്സിന് കല്ലെറിയുക, ഒരു സമരം പ്രഖ്യാപിച്ചാൽ റോട്ടിൽ കാണുന്ന എല്ലാ KSRTC ബസ്സുകൾക്കും ഇവർ കല്ലെറിയുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പ്രിൻസിപ്പാളിനെ പൂട്ടിയിടുക, പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുക, അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെ തടഞ്ഞു വെച്ച് അവരെ അസഭ്യം പറയുക, ഇതാണ് ഇന്ന് അവരുടെ സമരരീതി. കയറിപ്പോയി അവർക്ക് നമ്മൾ 45 ദിവസമാണ് ശിക്ഷ കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ CCTV എൻക്വയറി എന്ന് പറഞ്ഞാൽ CCTVയിൽ വ്യക്തമാണ്. ഇതിനു കാരണം ഇവരുടെ മാതൃസംഘടനയായ CPM എന്ന സംഘടനയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുവജന സംഘടന. 9 മണിവരെയും ഇടയ്ക്കിടയ്ക്ക് സംഘർഷ സാധ്യതകളായിരുന്നു. കുട്ടികൾ 2 ഗ്രൂപ്പിലായിട്ട് നിന്ന് ആടാവോടാ വിളി ഞങ്ങളൊക്കെ നിന്ന് പോലീസും കൂടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. 9:30 ആയപ്പോഴാണ് ഈ SFIക്കാർ പറയുന്ന ഒരു സംഭവം അവർ പറയുന്നത്. 3 സ്ഥലത്തായിട്ടൊരു സംഘർഷം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാവരും അവർ പറയുന്നത് പിന്നെ ഈ കൊടിമരം എടുത്തത് നമ്മൾ അവരെ അവരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല. കാരണം കൊടിമരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായും ചെയ്യേണ്ടത് ഒരു പുതിയ കോളേജോ മറ്റോ സ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള കോളേജിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിൽ ഒരു പ്രൊഫഷണൽ കോളേജിൻ്റെ വിങ് കൂടി തുടങ്ങി SFIൻ്റെ അണികൾക്ക് മറ്റു വിദ്യാർത്ഥികളെ വെട്ടുന്നതിനും കുത്തുന്നതിനുമുള്ള പരിശീലനം കൂടി നൽകി എന്നും മഹാരാജാസ് കോളേജ് സംഘർഷഭൂമിയാക്കി നിർത്തി ഓരോ വർഷവും ഓരോ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് പണപ്പിരിവ് നടത്തി അത് നേതാക്കന്മാർക്ക് അടിച്ചു മാറ്റാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും. സഹായകരമായി തീരുകയും പാർട്ടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതാക്കന്മാർക്ക് പ്രയത്നിക്കേണ്ടി വരികയില്ല. സുധാകരനെ പോലുള്ളവർക്ക് രാമായണം വായിക്കുവാൻ സമയവും കിട്ടും. രാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി സംഘട്ടനത്തിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ട പരിശീലനം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള സംഘടനകൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അതിനുകൂടി ഒരു പരിഹാരമെന്നോണം ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ മാതൃകയിൽ ഇവർക്ക് പ്രത്യേക കായിക പരിശീലനം നൽകിയാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അധ്യാപകരെ കൈകാര്യം ചെയ്യുന്നതിനും ഇനി മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിനും ഇവർ തന്നെ പ്രാപ്തരാകുകയും അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പോലീസ് സേന നല്ല ശക്തമാകുകയും പാർട്ടിയുടെ അണികൾ തന്നെയായി തീരുമ്പോൾ
പിന്നെ പാർട്ടി പ്രവർത്തനം അവർ നോക്കിക്കോളും. ആർഷോയെ പോലുള്ള നേതാക്കന്മാർക്ക് മന്ത്രിയുടെ പദവി ഭാവിയിൽ നൽകുവാൻ കഴിഞ്ഞില്ല എങ്കിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ DGPയുടെ പദവിയെങ്കിലും നൽകി ബഹുമാനിക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവാണ് ആർഷോ. അദ്ദേഹത്തിന് വേണ്ട ബഹുമതി കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറച്ച് തെമ്മാടിക്കൂട്ടങ്ങളുടെ ഒരു സംഘടനയുണ്ടാക്കി അതിന് SFI എന്ന് പേര് നൽകിയാൽ അത് വിദ്യാർത്ഥി സംഘടനയാവുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ മുമ്പ് ബാനർ വയ്ക്കുന്നതിനെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിരുന്നു. അവരെ സ്ഥലമാണെന്ന് കേസ് പോവുകയാണ്. ആറന്മുള പോലീസിനെ എതിരെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അത് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, പെൺകുട്ടിയെ മർദ്ദിച്ച വിഷയത്തിൽ എടുത്തിട്ടിരിക്കുന്ന വകുപ്പുകൾ വളരെ നിസ്സാരമാണ് എന്നുള്ള പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും. രണ്ട്, ഈ പന്തളം NSS കോളേജിലെ ഒരു പെൺകുട്ടിയെ ഒരു SFIൻ്റെ നേതാവ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇതിൽ പോലീസുകാർ വരെ SFIക്കാർക്ക് കൂട്ടുനിൽക്കുന്നു. SFI എന്ന പേരിൽ കുറേ കഴുതകളുടെ ഒരു കൂട്ടമാണ്. തങ്ങളുടെ നേതാവ് പറയുന്നതനുസരിച്ച് അവർ തുള്ളുന്നു. ബികോമിന് പഠിക്കുന്നത് സെമസ്റ്ററാണ്. 6 സെമസ്റ്റർ പരീക്ഷ എഴുതിയതിനു ശേഷം ഇദ്ദേഹം കോഴ്സ് വിജയിക്കുന്നില്ല, ഫെയിൽഡ് ആണ്. ബികോം തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ആ കോളേജ് ഈ നേതാവിനെ പോലുള്ള വിഴുപ്പ് പാണ്ഡമാണ് തങ്ങളുടെ ചുമലിലിരിക്കുന്നതെന്ന് ഈ കഴുതക്കൂട്ടങ്ങൾക്ക് അറിയില്ല. SFI എന്ന പേര് മാത്രം. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിട. ഇവരുടെ നേതാവായ ആർഷോവിന് തന്നെ ഒരേ സമയം 2 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല എന്ന വിവരം പോലും ഈ വിവരദോഷിക്കില്ല. SFIയിൽ അംഗമാകൂ, ഡോക്ടറേറ്റ് വാഴക്കുലയിലോ തേങ്ങാക്കുലയിലോ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ചിന്താ ജെറോവിന് പറയാനുള്ളത്. Good evening everyone. Politics and youth have a very problematic and very difficult relationship. That is, in some point of view, we can say that young people, they are disengagers. Madam, AC ഇടണമാ? ലേശം ഈ സൈഡിൽ കേട്ടിട്ടുണ്ടേ. ചിന്താ ജെറോവിൻ്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഉഗാണ്ടയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് വിദ്യാർത്ഥി നേതാവായിരുന്ന ചിന്താ ജെറോ വാഴക്കുല എന്ന കവിത ആര് എഴുതിയെന്ന് പോലും അറിയാതെ ഡോക്ടറേറ്റ് നൽകിയ അധ്യാപകരാണ് ഈ ചിന്താ ജെറോവിന് ഡോക്ടറേറ്റ് നൽകുന്നതിന് സഹായിച്ചത്. അത്രയും കോമാളിയായിട്ടുള്ള ഒരു വിവരദോഷിയാണ് ഈ സംഘടനയെ നയിക്കുന്നത്. ഒരേ സമയത്ത് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു അറിവെങ്കിലും അല്പജ്ഞാനിയായ ഇവൻ നേടേണ്ടതായിരുന്നു. എഴുതാത്ത പരീക്ഷയിൽ വിജയിക്കുവാനുള്ള വിദ്യയും ഈ ആർഷോ എന്ന SFI നേതാവിന് അറിയാം. ഇതിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന കുറച്ച് അധ്യാപകർ എല്ലാ കോളേജുകളിലുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഗുണ്ടകളെ പഠിപ്പിക്കുന്നതിനും അവരെ ജയിപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിനും ഈ അധ്യാപകരുടെ പങ്ക് വ്യക്തമായി തന്നെ ഉണ്ട്. ഇതുകൂടാതെ മറ്റൊരു മഹതിയുണ്ട്, K വിദ്യ എന്ന് പറയുന്നത്. ഈ മഹതി മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് താൻ പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊണ്ട്
മറ്റൊരു കോളേജിൽ ജോലി നേടുകയും അത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് അറിയുകയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അത്രയ്ക്ക് തരം താഴ്ന്ന തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഈ SFI എന്ന സംഘടനയിലെ ചില നേതാക്കൾ തന്നെയാണ് ഈ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകുന്നതിന് വിദ്യയെ സഹായിച്ചതും ജോലി നേടുന്നതിന് സഹായിച്ചതും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പഠിപ്പും വിവരവുമില്ലാതെ വേണ്ട യോഗ്യതയില്ലാതെ ജോലി നേടാൻ കഴിയുന്ന ഒരേയൊരു വിദ്യാർത്ഥി സംഘടന SFI ആണ്. അതിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എവിടെയും ആരായും ജോലി നേടാം. പ്രിൻസിപ്പാളായോ വൈസ് ചാൻസലറായോ ഇനി മറ്റു സ്ഥാനങ്ങളിൽ വരെ നിയമനം കിട്ടും. അവർക്ക് SFI എന്ന സംഘടനയിലെ മെമ്പർഷിപ്പ് മാത്രം മതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു സംഘടനയാണ് KSU. ഇതിലും വ്യാജന്മാർ കുറച്ചുണ്ട്. ഇതിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിയമനം നേടിയതും ഈയിടെ പുറത്തു വന്നിരുന്നു. KSUക്കാരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് അത്ര മോശക്കാരല്ല. ഈ രണ്ട് കൂട്ടക്കാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും രാജ്യത്തിന് തന്നെ അപമാനിക്കുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ സംസ്കാരവും രാജ്യത്തിൻ്റെ പാരമ്പര്യവും ഇടിച്ചു താഴ്ത്തി കാണിക്കുന്ന ഏതൊരു സന്ദർഭത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതായും കാണുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും ഇവർ അതിനെ പിന്തുണക്കുന്നു. കാരണം ഇവരുടെ മാതൃസംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശവും അവരുടെ പിന്തുണയുമാണ് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ABVP എന്ന സംഘടന കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും പ്രവർത്തിച്ചു വരുന്നു. തങ്ങൾക്ക് ഇല്ലാത്ത യോഗ്യതകൾ കൃത്രിമമായി നിർമ്മിച്ച് അധ്യാപകരാകുക, യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആകുക എന്നീ നിലകളിലെന്നും ഒരു ABVP പ്രവർത്തകരെയും ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നാൽ SFIയുടെ എല്ലാ പ്രവർത്തകരും ഈ രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് അധികാര സ്ഥാനങ്ങളിൽ കയറിക്കൂടിയവരാണ്. പൊതുമുതൽ നശിപ്പിച്ചുള്ള സമരപരിപാടികളിൽ ABVPയുടെ പ്രവർത്തകരെ കാണാറില്ല. പൊതുമുതൽ രാജ്യത്തിൻ്റെ സ്വത്താണെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രവർത്തിച്ചു വരുന്ന പല മന്ത്രിമാരും ABVP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ദേശസ്നേഹികളും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാര സംരക്ഷകരുമായി തീരുന്നത്. കേരളത്തിൽ ഈയിടെ നടന്ന പല കോളേജ് ഇലക്ഷനിലും ABVP വമ്പിച്ച വിജയം നേടിയത് ഇതിൻ്റെ ഒരു സൂചന തന്നെയാണ്. ദേശസ്നേഹികളായ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് ABVP വഹിക്കുന്ന പങ്ക്. ABVPയെ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ വളർന്നു വരേണ്ടത്. കേരളത്തിലെ വിദ്യാലയങ്ങളുടെ ശുദ്ധീകരണത്തിന് അത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരള നിയമസഭയിൽ കമ്പ്യൂട്ടറും കസേരകളും അടിച്ചു തകർത്തതിൻ്റെ കേസ് ഇന്നും കോടതിയിൽ നിലനിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. സർ, പാവപ്പെട്ട വാച്ചാൻ വാർഡ് വനിതാ അംഗങ്ങളെ കയ്യും കാലും അടിച്ചൊടിച്ചതിന്റെ പേരിൽ കേസെടുത്തതിന് പ്രതിഷേധിക്കുക. അത് എവിടുത്തെ ന്യായമാണ്? നാളെ ആർഷോയെ പോലുള്ള നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി ആകാതിരിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ തലയിൽ നിന്ന് ആ കിറ്റ് ഊരേണ്ടിയിരിക്കുന്നു. ആർഷോ എന്ന മഹാൻ കേരളത്തിലെ വിദ്യ അഭ്യാസ മന്ത്രിയാകാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ. അദ്ദേഹം ഗവർണറെ തടയുന്നതിനും ഗവർണർക്കു നേരെ അസഭ്യവർഷം ചൊരിയുന്നതിനും പോലീസുകാരോട് പോയി കക്കൂസ കഴുകുവാൻ പറയുന്നതും SFIയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന താഴ്ന്ന സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളോട് അസഭ്യവർഷം നടത്തുകയും ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയുമെല്ലാം ഈ ആർഷോ ചെയ്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഇന്ന്
മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എന്നിട്ടും ഈ കോമാളിയെ തന്നെ SFI അവരുടെ നേതാവായി കൊണ്ടു നടക്കുന്നത്. SFIയുടെ പ്രവർത്തകരെന്ന പേരിൽ കള്ളന്മാർ അധികാര സ്ഥാനങ്ങളിൽ കയറി പിന്നീട് അവർ മന്ത്രിമാരാകുന്നു. അതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഏത് ഡിഗ്രിയും ഏത് ഡോക്ടറേറ്റും അവർക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചോ കേരളത്തിൽ നേടാമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ വിദ്യാർത്ഥി സംഘടനയും ഇവരുടെ മാതൃസംഘടനയായ CPIയും CPMകാരും തന്നെയാണ്. ഇവർക്ക് കിട്ടുന്ന ഡിഗ്രിയും ഡോക്ടറേറ്റുമെല്ലാം വ്യാജമാണെന്ന് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ABVPയുടെ പ്രവർത്തനം ഒരു പടി മുന്നിൽ നിൽക്കുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയുന്നു. കാരണം ഭാരതത്തിൽ ഉടനീളം വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ABVP. അവർ ദേശസ്നേഹികളായ കുട്ടികളെ സംഭാവന ചെയ്യുന്ന കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ്. ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനം അവരിൽ നിന്ന് ഇന്നേ വരെ കാണുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഏതൊരു സമരമുണ്ടായാലും ആ സമരത്തിൽ SFIക്കാർ ആദ്യം കല്ലെറിഞ്ഞിരുന്നത് KSRTC ബസ്സിനാണ്. ഇപ്പോൾ ആ സമരത്തിന് മറ്റൊരു മുഖം വന്നു എന്ന് മാത്രം. ഇപ്പോൾ KSRTC ബസ്സിന് കല്ലെറിയുവാൻ പോകാറില്ല. എന്നാൽ ABVPയുടെ ചരിത്രമെടുത്താൽ അവർ ബസ്സിന് കല്ലെറിയുന്നതിനോ മറ്റു പൊതുമുതൽ നശിപ്പിക്കുന്നതിനോ നിൽക്കാറില്ല. കാരണം അവർക്ക് അറിയാം തങ്ങൾ നശിപ്പിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ പൊതുമുതലാണെന്നും അത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്നതാണെന്നും ഈ നികുതിദായകർ തങ്ങളുടെ മാതാപിതാക്കളാണെന്നും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ SFIയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തനും ഇതുപോലുള്ള ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാശം രാജ്യത്തിൻ്റെ പൊതുമുതലിലും കോളേജുകളിലും ഇവർ സൃഷ്ടിക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും അധിക്ഷേപിച്ചു സംസാരിക്കുവാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഇവർ മുതലാക്കുന്നു. സ്വന്തം സംസ്കാരത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത മന്ദബുദ്ധികളെ സൃഷ്ടിക്കുന്ന ഒരു സംഘടനയാണ് ഈ SFI എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആർഷോയെ പോലുള്ള ക്രിമിനലുകളെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഇവർ നിയമിക്കുന്നത്. ഈ പാർട്ടിയിലൂടെ വളർന്നു വരുന്ന ഏത് യുവജനങ്ങളും ഭാവി തലമുറയ്ക്ക് നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു. രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് ഇവർ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ രംഗങ്ങളും നമ്മൾ മറന്നിട്ടില്ല.